റിസോർട്ട്, സെൽഫി, അങ്ങനത്തെ ഒരു റൂട്ടായിരിക്കും. ചില പെൺകുട്ടികൾക്ക് അതൊന്നും ആയിരിക്കില്ല ആഗ്രഹം. അഥവാ ഭാര്യമാരെ കുറിച്ചാണ് പറയണത്. ഓർണമെന്റ്സ്, ആഭരണങ്ങൾ, പുതിയ വസ്ത്രം, അങ്ങനെയായിരിക്കും. ചില പെൺകുട്ടികൾക്ക് അതൊന്നും ആയിരിക്കില്ല ആഗ്രഹം. ഒരു തരം വേറെ വാനില, സ്ട്രോബെറി, മാംഗോ, ബട്ടർ സ്കോച്ച്, സ്നിക്കേഴ്സ്, ഗാലക്സി, ബോണ്ടി, ചോക്ലേറ്റ് ഐറ്റംസിനോടായിരിക്കും. എന്നാൽ അത് വാങ്ങിക്കൊടുക്കാം. ചില പെണ്ണുങ്ങൾക്ക് അതൊന്നും ആയിരിക്കില്ല. സീറോ ബൾബ്, ഐലഭ്യന്റെ സീറോ ബൾബ് ചുമരിന് ഐലഭ്യം എന്ന് എഴുതുക, അത് കാലിഗ്രഫി വരക്കുക, ഇങ്ങനത്തെ പിരാന്തായിരിക്കും. അങ്ങനെയായിരിക്കും. എന്നോർക്ക് അതിന്റെ പേന വാങ്ങിക്കൊടുക്കുക. എല്ലാ പെണ്ണും ഒരേ റൂട്ടായിരിക്കൂല, എല്ലാ ആണും ഒരേ മധുഹബായിരിക്കൂല. അപ്പൊ ഭാര്യന്റെ ആഗ്രഹം എന്താണെന്ന് ഭർത്താവ് പഠിക്കുക, അവരെടുത്തുനിന്ന് ചോദിക്കുക. മോക്ക് എന്താ വേണ്ടേ? ഞാനിങ്ങനെ പർച്ചേസിന് ഇറങ്ങുന്നുണ്ട്, മോൾ എന്ത് വേണമെന്ന് പറഞ്ഞോളൂ. അങ്ങനെ ഒരാഗ്രഹം പൂർത്തിയാക്കി. ആഗ്രഹം പൂർത്തിയാവാതിരിക്കുമ്പോഴാണ് വേറെ ചില ദമ്പതിമാരെ കുറിച്ച് ചിത്രം കാണുമ്പോഴോ കേൾക്കുമ്പോഴോ എനിക്ക് എന്റെ ഭർത്താവ് അത് ചെയ്തു തരുന്നില്ലല്ലോ എന്ന നിരാശാബോധം ഉണ്ടാവുള്ളൂ. ചില ഭർത്താക്കന്മാർക്ക് ആഗ്രഹം എന്താണ്, നിങ്ങൾ ഭാര്യമാരും പഠിക്കണം, എല്ലാ ഡ്രസ്സും ശരിക്കും എടുത്തു വെക്കുക, അങ്ങനെയായിരിക്കും ഒരു ആഗ്രഹം ഉണ്ടാവുക. അതൊന്നുണ്ടാവില്ല. ചിലപ്പോ കാല് കടിച്ചെടുത്ത കാലൊന്ന് തടവി കൊടുക്കുക, അങ്ങനെയായിരിക്കും ഒരു ആഗ്രഹം ഉണ്ടാവും. ചെയ്തു കൊടുക്കുക. എന്റെ ഭാര്യന്റെ അടുത്ത് നിന്ന് എന്താണ് കിട്ടേണ്ടതെന്ന് ഭാര്യനോട് ശരിക്കും പറയണം. സാർ ഭർത്താവ് വന്നിട്ട് അതെല്ലാം കണ്ടറിഞ്ഞിട്ട് ചെയ്യണ്ടല്ലേ എന്ന് പറയും. ഇവർ മൊയ്തി ചെയ്യുന്നല്ല, കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കണ്ടറിഞ്ഞ് ചെയ്യാനും ഓർക്ക് കഴിയൂല. ഭാര്യമാരെന്ന് പറയുന്നത് അല്ലാഹു തആല നമുക്ക് നൽകിയ ആഖിറത്തിലേക്കുള്ള ഒരു മുത്താണ്. നമ്മുടെ കുട്ടികളുടെ ഉമ്മ അഥവാ നമ്മുടെ ഭാര്യ, അവരാണ് നമ്മുടെ എല്ലാം. അത് വല്ലാത്തൊരു ബറക്കത്താ. ഭാര്യയുടെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം അത് കുട്ടികളെ മുന്നിൽ വെച്ചപ്പോ പറയുന്നില്ല. ഈ മക്കളുടെ ഉമ്മല്ലേ നമ്മുടെ ഭാര്യ. ഭാര്യമാരെ വിഷമിപ്പിക്കരുത്, ഭാര്യമാരെ വേദനിപ്പിക്കരുത്, ഭാര്യമാരെ കരയിപ്പിക്കരുത്. കരയിപ്പിച്ചോ അപകടമാണ്. അല്ലാഹു ബറക്കത്തെടുത്തു കളയും. ഭാര്യയോട് എത്ര കണ്ട് സന്തോഷത്തിലാണോ നസലത്ത് ബിഹിമുർ റഹ്മ എന്ന കിതാബിൽ കാണാം. അള്ളാഹു ഐശ്വര്യം നൽകുന്നതാണ് ആ ദമ്പതികൾക്ക്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ചില ആളുകളൊക്കെ എന്തരങ്ങള് ഒരു മജ്ലിസ് വന്ന എന്തൊരു നല്ല സ്വഭാവമായിരിക്കും അറിയോ. ഒരു മജ്ലിസ് വന്ന എന്തൊരു നല്ല സ്വഭാവം അറിയോ. ഒരു മീറ്റിംഗിൽ ചെന്നോക്കി, പള്ളിയിൽ ചെന്നോക്കി, ഭാര്യയുടെ അരികിൽ എത്തിക്കഴിഞ്ഞാൽ നരി മോഡല്, ഭാര്യമാരുടെ അരികിൽ എത്തിയ നരി മോഡല്. അതോ അത് പുലി മോഡല് കൂട്ടിക്കോട്ടെ. ആണാലും ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ്